ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. HDC എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ HDC. ഓക്കെ, അതിനു വേണ്ടി നമുക്ക് കുറച്ച് ചെയിൻ ചെയ്യാം. കുറച്ച് ചെയിനുകൾ ഇട്ട് എൻഡിൽ HDCക്ക് വേണ്ടിയിട്ട് 2 ചെയിനാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. HDCക്ക് വേണ്ടി 1, 2 2 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇപ്പോൾ ഹുക്കിൽ വർക്കിംഗ് ലൂപ്പ് ഉണ്ട്. വർക്കിംഗ് ലൂപ്പ് എണ്ണാതെയാണ് നമുക്ക് താഴോട്ടേക്ക് ആഡ് ചെയ്തിട്ടുള്ള 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിലാണ് ഹുക്കിന് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനായി നമുക്കൊന്ന് യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് അതിന് ശേഷം 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് അവസാനം ആഡ് ചെയ്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് ത്രെഡിൽ നിന്നൊരു ലൂപ്പ് എടുത്ത് ചെയിനിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇടതുവശത്തേക്കാണ് ടേൺ ചെയ്യേണ്ടത്. ഇടതുവശത്തേക്ക് ടേൺ ചെയ്തെടുത്ത് ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ട്. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഒരുമിച്ച് ഒരു ലൂപ്പ് എടുത്ത് ഈ 3 ലൂപ്പിനെയും ഒന്നാക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, വർക്കിംഗ് ത്രെഡിൽ നിന്നും ഒരു ലൂപ്പ് എടുത്ത് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ലൂപ്പും ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു HDC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് HDC ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റിച്ചിന് വേണ്ടി വീണ്ടും യാൺ ഓവർ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് ലൂപ്പിൽ നിന്നും ഒരു ലൂപ്പ് ഉള്ളിലൂടെ വലിച്ചെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഇടതുവശത്തേക്ക് വേണം ഹുക്കിനെ തിരിക്കാൻ. ഇടതുവശത്തേക്ക് ഹുക്കിനെ തിരിച്ച് 3 ലൂപ്പ് ഹുക്കിൽ വന്നു. ആ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഒരു ലൂപ്പിനെ ടേൺ ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് യാൺ ഓവർ ചെയ്തിട്ടും ലൂപ്പ് എടുക്കാം. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് വർക്കിംഗ് ത്രെഡിൽ ഒന്ന് ഹുക്കിനെ കൊളുത്തി വലിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയും നമുക്ക് ലൂപ്പ് എടുക്കാം. ഓക്കെ, വീണ്ടും അടുത്ത സ്റ്റിച്ചിന് വേണ്ടി യാൺ ഓവർ ചെയ്യാം. ഓക്കെ, യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു ഒരു ലൂപ്പ് എടുത്തു. അതിനുശേഷം ഇടതുവശത്തേക്കാണ് തിരിക്കേണ്ടത്. ഇടതുവശത്തേക്ക് തിരിച്ചാൽ 3 ലൂപ്പ് ഹുക്കിൽ വരും. അപ്പോൾ ഈ 3 ലൂപ്പിനെ ഒന്നാക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിന് വീണ്ടും ലൂപ്പ് എടുക്കുക, ഇടതുവശത്തേക്ക് തിരിക്കുക. ഓക്കെ, ഇനി വലതുവശത്തേക്കാണ് തിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇടതുവശത്തേക്ക് തന്നെ ഹുക്കിനെ തിരിച്ച് ഹുക്കിലിപ്പോൾ 3 ലൂപ്പുണ്ട്. 3 ലൂപ്പിനെ ഒന്നാക്കുക. ഇങ്ങനെ എല്ലാ ചെയിനിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് HDC അതായത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അവസാനത്തെ ചെയിനിലും താഴെയുള്ള അവസാനത്തെ ചെയിനിലും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് 3 ലൂപ്പ് എടുത്ത് അവിടെയും ഇനി HDC ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ HDC. നെക്സ്റ്റ് റോ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടി 2 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യാം. 2 ചെയിൻ 1, 2. ഓക്കെ, അതിനുശേഷം ഈ ഒരു വർക്ക് ടേൺ ചെയ്യാം. സെക്കൻഡ് റോയ്ക്ക് വേണ്ടി 2 ചെയിൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്ത് HDC ചെയ്യണം. ഓക്കെ, നമുക്കിനി ആദ്യം നമ്മൾ ചെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് വർക്ക് ചെയ്ത് HDC കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് റോയിൽ. സെക്കൻഡ് റോ മുതൽ നമുക്ക് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും മുകളിലാണ് വരുന്നത്. ചെയിൻ മുകളിലാണ് വരുന്നത്. അതായത് നമ്മുടെ HDCയുടെ മുകളിലായിട്ടാണ് ചെയിൻ വരിക. ഓക്കെ, അപ്പോൾ ഈ ചെയിനിൽ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ട്. അപ്പോൾ ചെയിനായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ HDCയുടെ മുകളിൽ അതുപോലെ തന്നെ ചെയിനിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഇൻക്ലൂഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് എടുത്തു. ലൂപ്പ് ഇടതുവശത്തേക്ക് തിരിച്ചു ഹുക്കിനെ. അപ്പോൾ 3 ലൂപ്പ് കിട്ടി. 3 ലൂപ്പിനെയും ഒന്നാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും യാൺ ഓവർ ചെയ്തു അടുത്ത ചെയിനിൻ്റെ ഗ്യാപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം വർക്കിംഗ് ത്രെഡിൽ നിന്നൊരു ലൂപ്പ് എടുക്കുക. ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ട്. 3 ലൂപ്പിനെ ഒന്നാക്കുക. ഇങ്ങനെ HDC കണ്ടിന്യൂ ചെയ്യാം. ഓരോ ചെയിനിൻ്റെ ഗ്യാപ്പിലും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് അവിടെ ഓരോ HDC ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് താഴത്തെ റോയിലുള്ള ഓരോ HDCയുടെ മുകളിലും ഓരോ HDC അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ചെയിനിൻ്റെ ഗ്യാപ്പിലും നമുക്ക് ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് ഒരു HDC ചെയ്യാം. അവസാനത്തെ HDCയുടെ മുകളിലും ഒരു HDC ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ചെയിൻ ഉണ്ടായിരുന്നു. ആ 2 ചെയിനിൽ രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് അവിടെ ഒരു HDC ചെയ്യണം. നമുക്കവിടെ സ്ക്വയർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ചെയിനിൽ കൂടെ ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് അവിടെയും ഒരു HDC ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും. ഓക്കെ, സ്ക്വയറിൻ്റെ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോ റോയും 2 ചെയിൻ ആഡ് ചെയ്യുക. HDC ചെയ്യുന്ന ടൈമിൽ ഓരോ റോയിലും 2 ചെയിൻ ആഡ് ചെയ്യുക, അതിനുശേഷം HDC ചെയ്യുക. താഴെയുള്ള ഓരോ HDCയുടെ മുകളിലും ഓരോ HDC വരണം. അങ്ങനെ സെക്കൻഡ് റോയുടെ മുകളിൽ തേർഡ് റോയും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തേർഡ് റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് HDC കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.